ശീതവും ആവണിയും കൂടി ചാർലിയെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ദേവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്താ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത്? വീട്ടിലേക്ക് പോകുന്നില്ലേ? അയാൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് സർ. ഇവളുടെ ഹസ്ബൻഡ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ എനിക്കും കൂടി ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാലോ. ക്ലാസ്സിൽ വന്ന് ഇവളെ പരിചയപ്പെട്ടത് മുതൽ ഇവളുടെ നാവിൽ നിന്നും കേൾക്കുന്ന പേരാണ് ചാർലി എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ പുള്ളിക്കാരനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാനും കരുതി. ആവണി അയാളെ നോക്കി പറഞ്ഞു. അത് കൊള്ളാലോ. ശരി, ഞാനെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അയാൾ അവരെ നോക്കി പറഞ്ഞിട്ട് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ എവിടെയാ താമസിക്കുന്നത്? സാറിൻ്റെ വീട് ഇവിടെ അടുത്താണോ? ദേവൻ അവളെ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ദേവനോട് ചോദിച്ചു. ഏയ്, ഞാനിവിടെ ആൺകുട്ടികളുടെ കൂടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. എൻ്റെ വീടങ്ങ് തിരുവനന്തപുരത്താ. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അയാൾ നടന്നു പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ആവണി. നീ എന്താണ് ദേവൻ സാറിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത്? അവളുടെ ആ നോട്ടം കണ്ട് ഷീതു ചിരിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. ഷീതു, ഞാൻ നിന്നോട് ക്ലാസ്സിൽ വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ? ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. ആ സാറിൻ്റെ മുഖം നീ ശ്രദ്ധിച്ചോ? സത്യം പറഞ്ഞാൽ നിന്റെ നല്ലതുപോലെ ഒരു ഫേസ് കട്ടുണ്ട് ആ സാറിന്. ഞാൻ ആദ്യം വിചാരിച്ചത് അത് വെറും തോന്നലായിരിക്കുമെന്നാ. പക്ഷെ ഇപ്പം അത്രയും അടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, തോന്നലല്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന്. ആവണി വീണ്ടും അവളെ നോക്കി പറഞ്ഞു. പിന്നെ നീ ഒന്ന് പോയേ, നിനക്ക് ഭ്രാന്താണ് പെണ്ണെ. സാറിന് എങ്ങനെയാ എൻ്റെ ഫേസ് കട്ട് വരുന്നത്? ഷീതു വീണ്ടും അവളെ നോക്കി ചോദിച്ചു. ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നേ? ചിലപ്പോൾ ആ 9 പേരിൽ ഒരാൾ ദേവൻ സാറിനെ പോലെ ആണായിരിക്കും. ആവണി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ഷീതു അവളുടെ തലയിലൊന്ന് കൊട്ടി. ഇതെല്ലാം കണ്ട് ദേഷ്യം കടിച്ചു പിടിച്ച് അമർഷത്തോടെ നിൽക്കുകയായിരുന്നു സോണിയും അവളുടെ 2-3 കൂട്ടുകാരും. നമ്മൾ എന്തിനാടി വെറുതെ അവളെ നോക്കി ഇവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് വീട്ടിൽ പോകാം. അവളുടെ കൂട്ടുകാരി അഞ്ജു അവളോട് പറഞ്ഞു. അവളെന്തായാലും ഇവിടെ നിൽക്കുന്നത് ചാർലി ചായം വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇച്ചായനും കൂടി വരട്ടെ, കണ്ടിട്ട് നമുക്ക് പോകാം. എനിക്ക് അങ്ങനെയെങ്കിലും ഇച്ചായനെ ഒന്ന് കാണാലോ. അവൾ അവളുടെ കൂട്ടുകാരെ നോക്കി പറഞ്ഞു. സോണി, അവർ തമ്മിൽ എന്തായാലും വിവാഹം കഴിച്ചില്ലേ? പിന്നെയും എന്തിനാ നീ അയാളുടെ പുറകെ പോകുന്നത്? എനിക്കെന്തോ അത് വേണ്ടാന്ന് തന്നെ മനസ്സിൽ പറയുന്നുണ്ട്. അവളുടെ കൂട്ടുകാരിയായ നാൻസി അവളെ നോക്കി പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കാണുന്നവർക്ക് ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് വരെ തോന്നാം. പക്ഷേ ഞാൻ അയാളെ ആഗ്രഹിച്ചു പോയതാ നാൻസി. ഞാൻ അത്രയും ഇച്ചായനെ സ്നേഹിച്ചതാ. അത് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ടും അവൾ എൻ്റെ കയ്യിൽ നിന്നും ഇച്ചായനെ തട്ടിയെടുത്തു. അങ്ങനെയുള്ളപ്പോൾ ഇച്ചായനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? സോണി അവളെ നോക്കി തിരികെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കാർ കോളേജ് കോമ്പൗണ്ടിലേക്ക് വന്നിരുന്നു. അവരുടെ മുൻപിലേക്ക് അവൻ കാറ് കൊണ്ടുവന്ന് നിർത്തി. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് കണ്ടതും ചാർലി അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചാർലിയെ കണ്ടതും ആവണി അതിശയത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? ആവണി നോക്കുന്നത് കണ്ട് ഷീതു തിരികെ ചോദിച്ചു. ഇതാണോ നിന്റെ ഹസ്ബൻഡ്? കണ്ടിട്ട് സിനിമയിലൊക്കെയുള്ള ഹീറോയെ പോലെയുണ്ടല്ലോ. തനി അച്ചായൻ ലുക്ക്. ആവണി അവളെ നോക്കി പറയുന്നത് കേട്ട് ഷീതുവിന് ചിരി വന്നു. നീ എൻ്റെ ഭർത്താവിനെ തന്നെ വായി നോക്ക്. അവൾ ചിരിച്ചുകൊണ്ട് ആവണിയോടായി പറഞ്ഞു. ഞാൻ വായി നോക്കിയതൊന്നും അല്ല ഷീതു, ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇത്രയും സുന്ദരനായ ഒരാളെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. നീ ഭയങ്കര ലക്കിയാണ്. ആവണി വീണ്ടും അവളെ നോക്കി പറഞ്ഞു. നീ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാ. എനിക്ക് എൻ്റെ ഇച്ചായനെ കിട്ടിയതിൽ ഞാൻ ലക്കി തന്നെയാ. അവൾ തിരികെ പറഞ്ഞതും ആവണി പുഞ്ചിരിച്ചു. ചാർലി അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇച്ചായ, ദേ ഇത് ആവണി, എനിക്ക് ക്ലാസ്സിൽ നിന്നും കിട്ടിയ കൂട്ടാണ്. ഷീതു ആവണി അവനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹായ് ചേട്ടാ. ഷീതു ഇന്നും മുഴുവനും ചേട്ടനെ പറ്റിയാണ് പറഞ്ഞത്. ചേട്ടനെ പറ്റി പറയുമ്പോൾ അവൾക്ക് 100 നാവാ. അപ്പം ചേട്ടനെ ഒന്ന് കാണണമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. ആവണി ചാർലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ചാർലി ആണോ എന്നുള്ള രീതിയിൽ ഷീതുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതിന് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കാണിച്ചു. അതിന് മാത്രം എന്താടി നീ ഈ കൊച്ചിനോട് എന്നെപ്പറ്റി പറഞ്ഞത്? ചാർലി ഷീതുവിൻ്റെ തോളിൽ കൂടി കൈയിട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അങ്ങനെ ചെയ്യുന്നത് സോണിയും കൂട്ടുകാരും കണ്ടതും അവരെല്ലാവരും സോണിയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. അവൾ പല്ല് ഞെറുമി കൈകൾ ചുരുട്ടിക്കൊണ്ട് അത് നോക്കി. അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ട് അഞ്ജു അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇവളെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്കെൻ്റെ ചാർലിച്ചാനെ കിട്ടുള്ളൂ. അവൾ ദേഷ്യത്തോടെ തന്നെ കൂട്ടുകാരെ നോക്കി പറഞ്ഞിരുന്നു. ഹോ, നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ക്യൂട്ട് കപ്പിൾസിനെ. എനിക്കും ചാർലി ചേട്ടനെ പോലെ ഒരാളെ ഹസ്ബൻഡായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഇവള് പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന്. എനിക്ക് കിട്ടുന്നത് വല്ല കർക്കശക്കാരനും ചാടക്കാരനും ആണോ എന്തോ. ആവണി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് രണ്ടുപേരും ചിരിച്ചിരുന്നു. അല്ല, മോളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? ഇല്ലെങ്കിൽ വാ കയറ്.
ഞങ്ങൾ കൊണ്ടാക്കാം. ചാർലി ആവണിയെ ഒന്ന് നോക്കി. ഏയ് വേണ്ട ചേട്ടാ, എനിക്കിവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാവുന്ന ദൂരം, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. നിങ്ങൾ പൊയ്ക്കോ, ഒരു ദിവസം ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാം. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരണേ. ആവണി അവരെ നോക്കി പറഞ്ഞതും ചാർലി തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ ചേട്ടാ, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും വീട്ടിലേക്ക് പോയിരുന്നു. കയറി പെണ്ണെ, ചാർലി ഷീതുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ കോ ഡ്രൈവർ സീറ്റിലേക്ക് നടന്നു. ഇന്ന് മുഴുവൻ നിന്നെ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നടി. ഇത്രയും നാളും നീ എൻ്റെ ഒരു ഭാഗമല്ലായിരുന്നോ? ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഒപ്പം എല്ലാത്തിനും നിന്നത് നീയല്ലേ? റൂമിലേക്ക് വരുമ്പോഴായാലും നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കും മോൾക്കും ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു നിന്നെ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോള് കരയുകയോ മറ്റോ ചെയ്തോ ചായ? അവൾ തിരികെ അവനോട് ചോദിച്ചു. കരഞ്ഞതൊന്നുമില്ല, റിയ ഉണ്ടായിരുന്നല്ലോ. ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഞാനും റിയയും കൂടി അവളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയി. ഒരു ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു. അവൾക്ക് നിന്നെ മിസ്സ് ചെയ്യരുതല്ലോ. ആദ്യമായിട്ടല്ലേ ഇത്രയും നേരം അവൾ നിന്നെ കാണാതിരിക്കുന്നത്. റിയ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നെന്നാ മമ്മി പറഞ്ഞേ. റയാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവൾക്ക് അവനെ കണ്ട വേറെ ആരെയും വേണ്ട. ഇടയ്ക്ക് രണ്ടും കൂടി ഗുസ്തി പിടിക്കുകയും തമ്മിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവൾക്ക് അവനെന്ന് വെച്ചാൽ ജീവനാണ്. അവന് കോളേജിൽ പോകേണ്ടതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. ചാർലി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി പറഞ്ഞു. റിയ അടുത്ത ആഴ്ച ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അവളുടെ വെക്കേഷൻ തീരുവാ. റയാൻ അവൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും അല്ലേ ഇച്ചായ? രണ്ടും കൂടി ഇപ്പോഴല്ലേ ഒന്ന് അടുത്തത്. ഇപ്പോൾ ഒരുമിച്ചാ രണ്ടുപേരും കൂടി ചായ കുടിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഒരുമിച്ച് ബാൽക്കണിയിൽ കാണും ചായ കുടിക്കാൻ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവളും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരികയല്ലേ. സ്വന്തം ചോരയല്ലെങ്കിൽ പോലും എനിക്ക് അനിയത്തിയെന്ന് പറയാൻ അവൾ മാത്രമല്ലേ ഉള്ളൂ ചായ. അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ കാർ സ്ലോ ചെയ്തു. പിന്നെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ സത്യമല്ലേ ചായ പറയുന്നത്? എനിക്ക് സ്വന്തമെന്ന് പറയാൻ അവൾ മാത്രമല്ലേ ഉള്ളൂ. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവന് മദർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ആരുമില്ലാത്തതിൻ്റെ സങ്കടം അവളെ നന്നായി ബാധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. കുഞ്ഞുമുണ്ടെങ്കിലും അവൾക്ക് ചുറ്റിനും സഹോദരങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും അവളുടെ മനസ്സിൽ താനൊരു അനാഥയാണെന്നുള്ള ഉത്ബോധമുണ്ടെന്ന് അവന് തോന്നി. മധുര പറഞ്ഞ നാഗമഠത്തിലെ ദേവൻ തന്നെ ആയിരിക്കണമേ അവളുടെ അച്ഛനെന്ന് ഒരു നിമിഷമെങ്കിലും അവനും ആഗ്രഹിച്ചു പോയിരുന്നു. നിനക്ക് ഞാനില്ലേടി, നമ്മുടെ മോളില്ലേ? എന്താ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് അന്യതാണോ? സൗമ്യമായി തന്നെ അവൻ അവളെ നോക്കി ചോദിച്ചു. അയ്യോ ഇച്ചായ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കറിയാം നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. എല്ലാം ശരിയാവും. അവൻ അവളുടെ കവളിലൊന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞതും പുഞ്ചിരിച്ചു. ശേഷം അവൻ കാറെടുത്തു. അവർ തിരികെ വീട്ടിലേക്കെത്തി. ചീത്തു കാറിൽ നിന്നും ഇറങ്ങുന്ന അവളെ കണ്ടതും ഇസു കയ്യിലുണ്ടായിരുന്ന ബാർബി ഡോളുമായി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഷീതു അവളെ പൊക്കിയെടുത്ത് അവളുടെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. എൻ്റെ കുഞ്ഞ് ഇന്ന് ഷീതുവിനെ മിസ് ചെയ്തോ? അവൾ സംശയത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട്, അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ തിരികെയും ചുംബിച്ചിരുന്നു. 3 പേരും കൂടി അകത്തേക്ക് കയറി. ആ മോള് വന്നോ? കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ തോന്നി മോളായിരിക്കുമെന്ന്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ശേഷം ഒരു കപ്പ് ചായ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ചാർലിക്കും കൊടുത്തിരുന്നു. കുറച്ചു നേരം അവർ ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. റയാൻ എവിടെ മമ്മി? വന്നില്ലേ അവൻ? ഷീതു അവരെ നോക്കി ചോദിച്ചു. വന്നു മോളെ, നേരത്തെ തന്നെ വന്നു. അവനും റിയമോളും കൂടി ചായയും എടുത്തിട്ട് ഇപ്പം മുകളിലേക്ക് പോയതേ ഉള്ളൂ. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും ഒരു ചിരിയോടെ തലയാട്ടി. അവർക്കെന്താ താഴെ ഇരുന്ന് സംസാരിച്ചാൽ? എപ്പോഴും ചായയായിട്ട് രണ്ടുപേരും കൂടി ബാൽക്കണിയിൽ പോയിരിക്കുന്നത് എന്തിനാ? അത് കേട്ട് ചാർലി തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനിപ്പോൾ എന്താ, അവർ കുട്ടികളല്ലേ, അവരവിടെ പോയി സംസാരിച്ച് ചായ കുടിക്കട്ടെ. അല്ല മോളെ, കോളേജിൽ പോയിട്ട് എന്തുണ്ടായിരുന്നു വിശേഷം? കൂട്ടുകാരിയൊക്കെ കിട്ടിയോ നിനക്ക്? മമ്മി ചോദിച്ചു. ശേഷം അവളുടെ അടുത്തേക്കിരുന്നു. അവൾ ആവണിയെ പരിചയപ്പെട്ടതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു. എന്നാൽ സോണിയുമായിട്ടുണ്ടായ പ്രശ്നവും ദേവൻ അതിൽ ഇടപെട്ടതും ഒന്നും തന്നെ അവൾ അവരോട് പറയാൻ പോയില്ല. ചാർലി അറിഞ്ഞാൽ കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി. അപ്പോഴാണ് ബാൽക്കണിയിൽ ചിരിയും സംസാരമൊക്കെ അവൾ കേട്ടത്. അത് കേട്ടതും അവൾ അങ്ങോട്ടേക്ക് ചെന്നു. രണ്ടുപേരും കൂടി ചായ കുടിച്ച് സംസാരിച്ച് ചിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ടേക്ക് വരാവോ? ഷീതു കൈകൾ മാറിൽ കെട്ടി അവരെ നോക്കി ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അതിൽക്കൽ നിന്ന് അവരെ നോക്കി ചിരിക്കുകയായിരുന്നു അവൾ. ഷിതു വാ, ഇരിക്ക്. നിനക്കും കൂടി വന്നാലെന്താ? നീയും കൂടി വന്നിരിക്കിവിടെ. റിയ അവളെ നോക്കി പറഞ്ഞു. രണ്ടുപേരും ഭയങ്കര ചിരിയിലാണല്ലോ. ഷീതു ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. റയാൻ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു ചേച്ചി. ഞാനത് കേട്ട് ചിരിച്ചതാ. അല്ല, കോളേജിൽ പോയിട്ട് എന്തുണ്ടായിരുന്നു അവിടെ വിശേഷം?
റിയ അവളെ നോക്കി ചോദിച്ചതും അവൾ തല ചരിച്ചു വെച്ച് പുറകിലേക്ക് നോക്കി. കോളേജിൽ നടന്ന പ്രശ്നമൊക്കെ അവരോട് രണ്ടുപേരോടും പറയണമെന്ന് ഷീതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർലി വരുന്നുണ്ടോ എന്നാണ് അവൾ നോക്കിയത്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ സോണി എന്തെങ്കിലും? റിയ സംശയത്തോട് ചോദിച്ചതും അവൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. എന്താ ഏട്ടത്തി, കോളേജിൽ എന്തെങ്കിലും പ്രശ്നം? റയാൻ അവൾ നോക്കുന്നത് കണ്ട് വീണ്ടും ചോദിച്ചു. ഷീതു കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു. അത് കേട്ട് അവർക്ക് ദേഷ്യം തോന്നി. റാഗിങ്ങി പോരാഞ്ഞിട്ട് അവൾ ഷീതുവിന്റെ കഴുത്തിൽ കിടന്ന മിന്നു പൊട്ടിക്കാൻ ശ്രമിച്ചതായിരുന്നു അവരെ രണ്ടുപേരെയും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത്. ഏട്ടത്തിക്ക് ചേട്ടായിയോട് പറഞ്ഞുകൂടായിരുന്നു ഇത്? ചേട്ടായി നല്ല ഡോസ് കൊടുത്തേനെ അവൾക്ക്. റയാൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. വേണ്ട റയാൻ, അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. ഇച്ചായനറിഞ്ഞാൽ എന്തായാലും കോളേജിൽ വന്ന പ്രശ്നം ഉണ്ടാക്കും. അവൾ ആവലാതിയോടെ അവരെ രണ്ടുപേരെയും നോക്കി. ഏട്ടത്തി വിഷമിക്കാതിരിക്കുക, എന്തായാലും കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. റാഗിങ് അല്ലാതെ അവൾ ഏട്ടത്തിയുടെ കഴുത്തിൽ കിടന്ന മിന്നു പൊട്ടിക്കാൻ ശ്രമിച്ചു അല്ലേ? ഇനി ഒരു തവണ കൂടി അവളുടെ കൈ ഉയർന്നാൽ അന്നായിരിക്കും അവൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അത് പോട്ടെ. ഇനി അങ്ങനെ ഉണ്ടായാൽ ഏട്ടത്തി എന്നോട് വന്ന് പറയണം. ചേട്ടായിയോട് പറയാൻ പേടിയാണെങ്കിൽ പറയണ്ട, ഞാൻ വരാം ഏട്ടത്തിയുടെ ഒപ്പം കോളേജിലേക്ക്. അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കൊടുത്തോളാം, അല്ലേടി? ഷീതുവിനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ റിയയുടെ മുഖത്തേക്ക് നോക്കി. അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ നിങ്ങളിരുന്ന് ചായ കുടിക്കുക, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം റൂമിലേക്ക് പോയിരുന്നു.